പച്ചക്കിളിപ്പവിഴപാൽ വർണ്ണമൊത്ത പല കൊച്ചുങ്ങളഞ്ചെണ്ണം നിൽപ്പാണു ശംഭോ. അതിലൊന്നിലടിയന്റെ വധുവുണ്ടതേത് ഈ നരകത്തിൽ നിന്നൊന്ന് കരകേറ്റി ശംഭോ ശംഭോ ശംഭോ. ശംഭോ കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ, കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. തുംഗജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനെ, സങ്കടമേ വിധമെന്തിന് തന്നത് സാംബ സദാശിവനെ. തുംഗജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനെ, സങ്കടമേ വിധമെന്തിന് തന്നത് സാംബ സദാശിവനെ. ശിവശംഭോ 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 ശംഭോ ശിവശംഭോ 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 ശംഭോ. കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ, കൺഫ്യൂഷൻ തീർക്കണമേ. ഫാമിൽ പൈക്കളില്ല, ലോണിൽ ബാക്കിയില്ല, ബാങ്കിൽ ക്യാഷ് അടച്ചില്ല. മേലെ നീല നിറം, താഴെ കുന്നുകുഴി, മുന്നിൽ മൂകം നരകം. കലികാലം തീരാൻ കല്യാണം വേണം, അലിവോടെ കനിയേണം നീയൻ ശംഭോ. കലികാലം തീരാൻ കല്യാണം വേണം, അലിവോടെ കനിയേണം നീയൻ ശംഭോ. ശിവശംഭോ 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 ശംഭോ ശിവശംഭോ 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 ശംഭോ. കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. എല്ലാം മായ തന്നെ, മായാലീല തന്നെ, അന്നദാന പ്രഭുവേ. സർപ്പം പോലെ നിന്റെ മെയ്യിൽ ചുറ്റി എന്നെ കാത്തിടേണം വിഭുവേ. നീയൊന്നു വന്നാൽ, വരമൊന്നു തന്നാൽ, തീരാത്ത ദുരിതങ്ങൾ തീരും ശംഭോ. നീയൊന്നു വന്നാൽ, വരമൊന്നു തന്നാൽ, തീരാത്ത ദുരിതങ്ങൾ തീരും ശംഭോ. ശിവശംഭോ 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 ശംഭോ ശിവശംഭോ 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 ശംഭോ. കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ, കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. തുംഗജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനെ, സങ്കടമേ വിധമെന്തിന് തന്നത് സാംബ സദാശിവനെ. തുംഗജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനെ, സങ്കടമേ വിധമെന്തിന് തന്നത് സാംബ സദാശിവനെ. ശിവശംഭോ 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 ശംഭോ ശിവശംഭോ 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 ശംഭോ ശിവശംഭോ ശിവശംഭോ ശിവശംഭോ
ജഡ്ജസിനോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു. ഹരിച്ചേട്ടാ എപ്പോഴും അങ്ങനെ മുങ്ങിയാൽ എങ്ങനെയാ? ശ്രീഹരി എന്തോ നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു സാർ. ശ്രീഹരി കുറച്ചുകൂടി കോൺഫിഡൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ കർണാട്ടിക് ഒക്കെ ഒന്ന് വിട്ട് കളിക്കേണ്ട സമയമായി. നമ്മൾ ഫസ്റ്റ് 2 റൗണ്ട്സും കർണാട്ടിക് ആയിരുന്നു പാടിയത്. സോ ഇതും ഒരു കർണാട്ടിക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് നമ്പറാണ്, നല്ല ഫാസ്റ്റ് നമ്പറാണ്. പക്ഷെ അപ്പോഴും നീ കർണാട്ടിക് വിട്ടൊരു കളിയില്ല. നല്ല സോങ് സെലക്ഷൻ. ആൻഡ് ഇതിൽ ഈ പറഞ്ഞ പോലെ കുറേ സംഗതിയും ഒക്കെ ഉള്ള ഒരു പാട്ടല്ലേ. അപ്പം അതൊക്കെ ഒരു ഓൾമോസ്റ്റ് ഒക്കെ എല്ലാം ഒന്ന് ഹിറ്റ് ചെയ്തു. കറക്റ്റായിട്ടെല്ലാം നോട്ട്സൊക്കെ ഹിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് കുറച്ച് കൂടിപ്പോയി. അതാണ് കർണാട്ടിക് ഫ്ലേവർ ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഭയങ്കര അതായിരുന്നു പ്രൊജക്റ്റ് ചെയ്ത്. ആ പാട്ടിൻ്റെ ഒരു ഫ്ലേവർ ഒരു കോമഡി പാട്ടാണ് അല്ലേ, ഫാസ്റ്റ് നമ്പറാണ് അവൻ്റെ ഒരു, അല്ലെങ്കിൽ ആ പുള്ളിക്കാരൻ്റെ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് പറയുന്നൊരു പാട്ടാണ്, ഒരു തമാശയാണ് ശരിക്കും. പക്ഷേ മോൻ ഒരുവിധം നന്നായിട്ട് ചെയ്തു കേട്ടോ, നന്നായിട്ട് പെർഫോം ചെയ്തു. സ്റ്റേജൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു, കൂടെയുള്ള ഫ്രണ്ട്സിനെയൊക്കെ. പിന്നെ എനിക്ക് തോന്നിയത് തുടക്കത്തിൽ ആ പച്ചക്കിളിയൊക്കെ ഇല്ലേ, അതിങ്ങനെ ഭയങ്കര ലാഗ് ചെയ്തു ഒരുപാട്. പച്ചക്കിളിപ്പവിഴ അത്രയും ലാഗ് ഉണ്ട്. പച്ചക്കിളിപ്പവിഴ പാൽ വർണ്ണരത്തരരാര അങ്ങനെ അങ്ങ് ചുമ്മാ പാടി വിട്ടാൽ മതി. നിൽപ്പാടു ശംഭോ. അപ്പം എനിക്ക് അതാണ് തോന്നിയത്. ഒരു പല സ്ഥലത്തും ഇങ്ങനെ പിടിച്ച് ആ കർണാട്ടിക്കിൻ്റെ കുറച്ച് ഷൺമുഖപ്രിയ പാടാം എന്ന് പറഞ്ഞ ആ ഒരു സാധനം ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. സോ എനിവേസ് ഗുഡ് അറ്റംപ്റ്റ്. നല്ലൊരു മാക്സിമം നീ ട്രൈ ചെയ്തു, നിൻ്റെ ഒരു ബെസ്റ്റ് നീ കൊണ്ടുവരാൻ നോക്കി. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇനി കർണാട്ടിക് കുറച്ച് നമ്മൾ വിട്ട് വേറൊരു ജോണർ ട്രൈ ചെയ്യണം കേട്ടോ. ഇനിയും അടുത്ത റൗണ്ടൊക്കെ വരുമ്പോൾ ഞാനത് സ്പെഷ്യലി നോട്ട് ചെയ്യും. ചില കണ്ടസ്റ്റൻസ് ഇവിടെ കർണാട്ടിക് ഒന്ന് വിടാൻ കുറച്ച് പ്രയാസപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ശ്രീഹരി ഇനി ബ്രേക്ക് ചെയ്യണം ആ ഷെല്ല്. കർണാട്ടിക് എന്ന് പറയുന്നത് നല്ലതാണ്, ഇറ്റ്സ് ഗുഡ്, ഇറ്റ് വിൽ സപ്പോർട്ട് യു, യു ആർ സിംഗിങ് എവറിത്തിങ്. ബട്ട് ഇനി നമ്മൾ വേറെ കുറേ ജോണേഴ്സ് ട്രൈ ചെയ്യണം കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക. ശ്രീഹരി എന്തോ നന്നായിട്ട് പാടിയടാ, താങ്ക് യു. നല്ല പെർഫോമൻസ് ആയിരുന്നു. സ്റ്റേജ് പ്രോപ്പർലി യൂസ് ചെയ്തു. ആൻഡ് അഗൈൻ കോറസ് സിംഗേഴ്സ് എല്ലാവരും അടിപൊളിയായിട്ട് പാടി. അവസാനം നിങ്ങളൊക്കെ സ്റ്റേജിലേക്ക് കയറി വന്നു, അതും കളറായി. ഭയങ്കര രസമുണ്ടായിരുന്നു. ടുവേർഡ്സ് ദി എൻഡ് ഭയങ്കര വൈബ്രൻ്റ് ആയിരുന്നു സ്റ്റേജ്. ഞാൻ ഹരി പറഞ്ഞത് തന്നെയാണ് പറയണത്. ഇതിലിപ്പോൾ ശ്രീകുട്ടൻ ചേട്ടൻ പാടിയ പ്ലാൻസ് ഒക്കെ ശ്രീഹരി പാടിയിട്ടുണ്ട്. പക്ഷേ എല്ലാ പ്ലാൻസിനും എല്ലാ നോട്ട്സിനും ഭയങ്കര അറ്റാക്കായിരുന്നു. ഇടിച്ചിടിച്ചിടിച്ചാണ് നോട്ട്സ്. അതാ മൊത്തത്തിൽ ആ ഒരു കർണാട്ടിക് സ്വഭാവം ഓക്കെ ഒരു പരിധിവരെ നമുക്കത് ഓക്കെയാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇത് എല്ലായിടത്തും, കാരണം ഒരുപാട് പ്ലാൻസ് ഉള്ള ഒരു പാട്ടാണല്ലോ ഇത്, ഒരു കച്ചേരി കേൾക്കുന്ന ഈ പാട്ടിൻ്റെ പിന്നിലൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഉദ്ദേശമുണ്ട്. ഭയങ്കര ഫൺ സോങ് ആണിത്. അത് ശ്രീകുട്ടൻ ചേട്ടൻ അങ്ങനെയാണ് അത് പാടി വെച്ചിരിക്കണേ. അപ്പോൾ സംഗതികൾ പുള്ളി പാടിയതാണെങ്കിലും എല്ലാം അടിപൊളി സംഗതികളാണ്. പക്ഷെ ഒന്നിനും അത്ര പ്രോമിനൻസോ അത്ര അറ്റാക്കോ കൊടുക്കാതെയാണ് ഭയങ്കര ഫ്രീ ഫ്ലോയിങ് ആയിട്ടാണ് പുള്ളി പാടിയിരിക്കുന്നത്. ചില വളരെ കുറച്ച് 1-2 സ്ഥലങ്ങളിൽ മാത്രമേ പുള്ളി അങ്ങനെ ഒരു എടുത്ത് ഒരു ഇത് പാടിയിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും ഭയങ്കര ഇങ്ങനെ ഒഴുകുകയാണ് സംഗതികൾ. നമുക്ക് അതുപോലെ ആ സംഗതികൾ ഒഴുകുകയാണ് വേണ്ടത്. ബാക്കി എല്ലാം ആ ഒരു ഫൺ എലമെൻ്റ് ഒക്കെ ഒരു പരിധി വരെ ഈ പാട്ടിലുണ്ടായിരുന്നു. ഇറ്റ് വാസ് ഗുഡ്, നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു സർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ഷാനിക്ക. ചേച്ചി. ഹായ് ശ്രീഹരി. ഹായ്. ഫസ്റ്റ് ഓഫ് ഓൾ അടിപൊളി ഗെറ്റപ്പ്, നന്നായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഭീമൻ രഘു മീറ്റ്സ് ജയറാമേട്ടൻ മീറ്റ്സ് വാട്ട് എവർ ശ്രീഹരി എല്ലാം കൂടെ ചേർത്ത് ഒരു അവിയൽ ആക്കി നല്ല രസമായിട്ട് ചെയ്തു. ആൻഡ് ആദ്യത്തെ ആ ഒരു നടത്ത ഉണ്ടായിരുന്നല്ലോ ജയറാമേട്ടൻ ആ ഒറിജിനൽ പാട്ടിൽ ചെയ്തിട്ടില്ല, ഇങ്ങനെ ബാക്കിൽ കൈയും കെട്ടിയിട്ട് ഒരു നടത്ത അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, അത് അസലായി. ഐ തിങ്ക് അത്രയും ലാൻഡ്മാർക്ക് ആയിട്ടുള്ള നടത്താന്ന് പറയുമ്പോൾ നാഗവല്ലിയുടെ ഒരു നടത്തയുണ്ട്, അത് കഴിഞ്ഞ് ജയറാമേട്ടൻ്റെ ഈ ഒരു നടത്തയാണെന്ന് തോന്നുന്നു. അത്രയും ഐക്കോണിക് ആയിട്ടുള്ള വാക്ക്. സോ അതൊക്കെ നന്നായിരുന്നു. മൊത്തത്തിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് വെരി വെരി നൈസ്. പിന്നെ ഞാൻ ഇവർ പറഞ്ഞതോടെ ഞാനും യോജിക്കുന്നുണ്ട്. ബട്ട് ഐ തിങ്ക് മോൻ്റെ കംഫർട്ട് സോൺ അതാണെന്ന് തോന്നുന്നു അല്ലേ, കർണാടക പഠിക്കുന്നുണ്ടല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു കംഫർട്ട് സോൺ വിട്ട് കളിക്കാൻ അത് കുറച്ചുകൂടെ ആസ് യു ഗ്രോ ഓൾഡർ വേറെ സ്റ്റൈലിലുള്ള മ്യൂസിക്കൊക്കെ കേൾക്കുമ്പോഴത്തേക്കും
അതിന്റെ ഇൻഫ്ലുവൻസസും മോന്റെ വോയിസിൽ വന്ന് തുടങ്ങും. എന്ത് തരം മ്യൂസിക് ആ മോൻ കേൾക്കാറ് സാധാരണ? പഴയ സോങ്സ്, പഴയ സോങ്സും ലൈക്ക് വാട്ട്? ഏത് സോങ്സ്? എങ്ങനത്തെ? മെലഡി. മെലഡി സോങ്സ്. ഓക്കെ. കുറച്ച് വെസ്റ്റേൺ ഒക്കെ കേക്ക്. പുതിയ സോങ്സും കേൾക്കണം കേട്ടോ. ആ പുതിയ സോങ്സ്, മലയാളത്തിലും അതർ ലാംഗ്വേജ് പുതിയ പാട്ടുകളൊക്കെ കേക്ക്. ഏത് വർഷം ജനിച്ചത്? ഏത് വർഷം? 2000 സംതിങ് വല്ല ആയിരിക്കും. 18 മറന്നുപോയവൻ ഫുൾ കൺഫ്യൂഷൻ അവനിന്ന്. പറ്റിയ പാട്ടാ. 2010. 10-11 അമ്മയും മോനും കൂടി ഇപ്പൊ കറക്റ്റ് പറ. 2010. 2010. അവരുടെ 11 അവിടെ 11 എന്ന് പറയുന്നത് 2010-11 ചേച്ചി. 2011. എന്തുവാടാ? എടാ നിന്നൊരു ആപ്ലിക്കേഷൻ എഴുതാൻ വിളിച്ചത്. എനിവേ ഞാൻ പറഞ്ഞു വന്ന കാര്യം വന്ന് ഇങ്ങനെ ഇപ്പൊ പുതിയ പാട്ടുകൾ, വേറെ സ്ഥലത്തിലുള്ള പാട്ടുകൾ, വേറെ വെസ്റ്റേൺ സോങ്സ് ആവട്ടെ, അല്ലെങ്കിൽ ആഫ്രിക്കൻ ടൈപ്പ് മ്യൂസിക് ആവട്ടെ, അതൊക്കെ കേൾക്കണം. എന്നാലേ നമുക്ക് നമ്മുടെ ഒരു ഇമാജിനേഷനും കൂടുള്ളൂ. അതൊക്കെ ഇരുന്ന് പാടി നോക്കണം. ചുമ്മാ വീട്ടിലിരിക്കുമ്പോൾ ചുമ്മാ പാടിയൊക്കെ നോക്കും. ഇപ്പം ഒരു മോള് കൊറിയൻ പാട്ടുകളൊക്കെ എന്ത് മനോഹരമായിട്ടാണ് പാടിയ അല്ലേ? അപ്പം അതെല്ലാം ഇൻഫ്ലുവൻസ് നമ്മുടെ വോയിസിൽ ഇപ്പം ഉണ്ടാവണം. ബിക്കോസ് ഇപ്പോൾ യുവർ വോയിസ് ഇസ് വെരി മാലിയബിൾ. എന്ന് വെച്ചാൽ നമ്മുടെ വോയിസിനെ ഇപ്പം ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നൊരു പ്രായമാണിത്. കുറച്ച് മുതിർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സെറ്റാവും. പിന്നെ മാറ്റം വരുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അത് കുറേ കൂടെ ബുദ്ധിമുട്ടാവും. ഇപ്പം കുറേ കൂടെ ഫ്ലെക്സിബിൾ ആണ് മോൻ്റെ വോയിസ്. സോ ഇപ്പം തന്നെ എല്ലാ എക്സ്പെരിമെൻറ്റേഷനും ഇപ്പം തന്നെ നടത്തുക. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് ചെയ്തു. ഐ റിയലി ലൈക്ക് ഇറ്റ്. താങ്ക് യു ചേച്ചി. എങ്ങനെയാ ചേച്ചി ഇവന്റെ പ്രാക്ടീസ് സെഷൻ ഒക്കെ എങ്ങനെയാ? പ്രാക്ടീസ് ചെറുപ്പം തൊട്ടേ ഇങ്ങനെ പാടും. പിന്നെ ഈ നടന്നുകൊണ്ടേ പാടിക്കൊണ്ടേയിരിക്കും. നടക്കുമ്പോഴും പാടിക്കൊണ്ടിരിക്കും, ഉറങ്ങുമ്പോഴും പാടും. ഉറങ്ങുമ്പോഴാ? ഉറക്കം വരുന്നേക്കാൾ മുന്നേ ഇങ്ങനെ മൂലി കിടന്നങ്ങ് ഉറങ്ങും. അതല്ല, ഉറങ്ങാൻ കിടക്കുമ്പോഴും പാടും. ഫുൾ ടൈം പാട്ടില്ലേ? പറയേണ്ടി മിണ്ടാതിരിക്കാൻ നമ്മൾ അങ്ങോട്ട് പറയണം. എന്തിനാണോ നീ ഇങ്ങനെ എപ്പോഴും പാടുന്നത്? ശീലായി പോയി. അപ്പൊ എന്തായാലും നമുക്ക് ഇനി മാർക്സ് അറിയാം. അറിയാം ഭീമൻ രഘു. ഓക്കെ, ആശാനിക്ക ഇവന് ഭീമൻ രഘു ആരാന്ന് അറിയില്ലായിരുന്നു. നമ്മുടെ ഗ്രൂമർ ചേട്ടനെ ഇങ്ങനെ നടന്നപ്പോ, എടാ നീ ഭീമൻ രഘു ലുക്ക് ഉണ്ടല്ലോ, ആ എന്തുവാ കഴിക്കുന്ന ഒരു സാധനമാടാ, എരിവും പുളിയും. ഓ ആണോ, അതെവിടെ കിട്ടുന്നതെന്ന് കേക്കണ്ട പുള്ളി. എടാ പറഞ്ഞപ്പോ മനസ്സിലായി. എന്നിട്ട് മാഷെന്നെ പറഞ്ഞു കടിച്ചു പിടിച്ച് പറയണ ചേട്ടല്ലേ. ചേട്ടനില്ലേ? ഓക്കെ, മാർക്സ് ചോദിക്കാം. ഹരിച്ചേട്ടാ, അപ്പോ ഇന്നത്തെ പെർഫോമൻസിന് ആക്ച്വലി നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്തു. നല്ലൊരു ട്രീറ്റ് ആയിരുന്നു ഇവിടെ. അതുകൊണ്ട് ഐ എം ഗിവിംഗ് യു 8 out of 10. താങ്ക് യു സാർ. ഷാനിക്ക, സംഭവം കളറായിരുന്നു. 8 മാർക്ക്. താങ്ക് യു സാർ. ചേച്ചി, ഞാനൊരു അല്പം കൂടി പിശുക്ക് പിടിക്കുകയാണ്. ബിക്കോസ് മോൻ കുറച്ചുകൂടെ ഒന്ന് ഇംപ്രൂവ് ചെയ്യണം. 7.5. താങ്ക് യു. 23.5 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ശ്രീഹരിക്കുട്ട, സാരില്ല, നമുക്ക് അടുത്ത തവണ പിടിക്കണം. ഓക്കെ അല്ലേ? എന്നാ ഷെയ്ഡ്സ് അങ്ങ് വെച്ചിട്ട് സ്റ്റൈലായിട്ട് നടന്നു നോക്കോ. ബൈ.